ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണത്തിലെ പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. എന്താണ് തലസ്ഥാനത്ത് സംഭവിക്കുന്നത് നോക്കാം. സുനിഷ യെല്ലൂർ തയ്യാറാണ് തത്സമയം. സുനിഷ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ പ്രതിഷേധമുണ്ട്. മലപ്പുറത്ത് ടെസ്റ്റ് ഒന്നുമില്ല, കോഴിക്കോട്ട് 4 പേർ വന്നിട്ട് തിരിച്ചുപോയി. തിരുവനന്തപുരത്തെ സാഹചര്യം എങ്ങനെയാണ്? അവിടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ എടുത്ത ടെസ്റ്റുകളിൽ തന്നെ, ഗ്രൗണ്ടുകളിൽ തന്നെ ടെസ്റ്റ് നടത്തുന്നതിനോടുള്ള വിയോജിപ്പ് അത് വടക്കൻ കേരളത്തിലുണ്ട്. എന്താണ് തെക്കൻ കേരളത്തെ അവസ്ഥ? സുജയ, സമാനം തന്നെയാണ് തിരുവനന്തപുരത്തെയും സ്ഥിതി. ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. ഞാൻ ഉള്ളത് തിരുവനന്തപുരം മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ്. ഇവിടെയും സമാനമായിരുന്നു. ഈ 6 പേർക്കാണ് ഇന്ന് സ്ലോട്ട് ബുക്കിംഗ് കിട്ടിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരെ ഒന്നും തന്നെ അകത്തേക്ക് കയറ്റാൻ ഇവിടെ എത്തിയ യൂണിയനുകൾ സമ്മതിച്ചിട്ടില്ല. ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ അടക്കമുള്ള പ്രതിഷേധം പുറത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഈ ഒരു സ്ലോട്ട് ലഭിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തിയ ഒരാൾ കൂടി ഉണ്ട്. ബുദ്ധിമുട്ടായോ ഇന്ന് പോകാൻ? ബുദ്ധിമുട്ടായി. എനിക്ക് 26-ാം സ്ലോട്ട് കിട്ടിയതാണ്. പിന്നെ അന്ന് ഇലക്ഷൻ്റെതായതുകൊണ്ട് ഡേറ്റ് മാറ്റി സ്ലോട്ട് RTO പോയി കണ്ട് 2-ാം തീയതി ഡേറ്റ് മേടിച്ചിട്ട് വന്നതാണ്. രാവിലെ വന്നു 7:30 ഇപ്പോൾ. ഇനിയിപ്പോൾ എന്താണ്, എന്തായാലും കയറാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ്. ഇനിയിപ്പോൾ പുതിയ ഡേറ്റ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര മാസമായി ഇത് പഠിക്കാൻ തുടങ്ങി? ഞാൻ 1 മാസമായി. പുതിയ പരിഷ്കരണമൊക്കെ ആയിരുന്നു? അല്ല, പഴയത് തന്നെയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ഇനിയിപ്പോൾ പുതിയത് പഠിക്കേണ്ടി വരും. നിലവിലിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. രാവിലെ മുതൽ വരെയാണ് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പുതിയ സ്ലോട്ട് വന്നാൽ ഇനി പുതിയ നിയമം വരുമ്പോഴത്തേക്കും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഏതായാലും ഇതുപോലെ രാവിലെ മുതൽ തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് സ്ലോട്ട് കിട്ടിയവരൊക്കെ തന്നെയും എത്തിയിരുന്നു. പക്ഷേ രാവിലെ മുതൽ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. പക്ഷേ ആരെയും അകത്ത് കയറ്റാൻ വിട്ടിരുന്നില്ല. അതിന് പിന്നാലെ തന്നെ നേരത്തെ ഈ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ എത്തി അകത്ത് ഈ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ടെസ്റ്റ് നടത്താൻ ആളുകൾ എത്തിയിരുന്നു. ഇവരെ 2 പേരെ അകത്തേക്ക് കയറ്റി വിട്ടു എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ പോലീസുമായി ഒരു ചെറിയ തോതിലുള്ള തർക്കമൊക്കെയും ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നില്ല എന്നത് തന്നെയാണ്. CITU അടക്കമുള്ള സംഘടനകൾ നിലവിൽ ഈ മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിൽ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഈ ഫെബ്രുവരിയിലുള്ള ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ ഇതേ തോതിലുള്ള ഈ ബഹിഷ്കരണം തുടരുമെന്നത് തന്നെയാണ് ഏതായാലും ഇവർ അറിയിക്കുകയും ചെയ്യുന്നത്. ചെറിയൊരു ഇളവ് വരുത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അത്തരത്തിലുള്ള ഇളവുകളൊന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സർക്കുലർ ഇറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും പ്രതിഷേധം തുടരുമെന്നതാണ്. ചേച്ചി, പ്രതിഷേധവുമായി മുന്നോട്ട് പോകും? നിലവിൽ ആരെയും കയറ്റിവിടാൻ കയറ്റുന്നില്ല. ആരെയും കയറ്റുന്നില്ല. സർക്കുലർ പിൻവലിക്കുന്നത് വരെ നമ്മൾ സമരത്തിലായിരിക്കും. പ്രധാനപ്പെട്ട ഒരു ആവശ്യം സർക്കുലർ പിൻവലിക്കുക, 15 വർഷമായ വണ്ടി കയറ്റുക, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ. സംവിധാനമില്ലാതെയാണ് ഈ പരിഷ്കരണം വരുന്നത് എന്നതാണ്. അതുമാണ് നമ്മൾ പറയുന്നുണ്ട്. അവർ നമുക്ക് ഇത് തന്നാലും കുഴപ്പമില്ല. അവരൊരു സ്ഥലം കണ്ടെത്തി തരട്ടെ, നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ അവർ പഠിപ്പിക്കണമെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ല. അത്രേ ഉള്ളൂ. ഇതാണ് സുജയ. ഏതായാലും സർക്കുലർ പിൻവലിക്കുന്നത് വരെയുള്ള സമരം എന്നത് തന്നെയാണ്. കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു പരിഷ്കാരം ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള സർക്കുലർ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് യൂണിയനുകൾ പറയുന്നതും ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മന്ത്രിതലത്തിൽ ഏതൊരു ചർച്ചയ്ക്ക് പോലും ഇവരെ വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു പരാതി കൂടി വരുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു തുഗ്ലക് പരിഷ്കാരമാണ്, ഏകപക്ഷീയമായി ഈ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചില പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നു എന്നതായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഇതേ തോതിൽ തന്നെ ബഹിഷ്കരണം നാളെയും ഇനി വരുന്ന ദിവസങ്ങളിലും തുടരുമെന്നത് തന്നെയാണ്. സർക്കുലർ പിൻവലിക്കുന്നത് വരെ പ്രതിഷേധം, ബഹിഷ്കരണം ഇവയുമായി മുന്നോട്ട് പോകാനാണ് വിവിധ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലും ഇന്ന് ടെസ്റ്റുകളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അർജുൻ മട്ടന്നൂർ പറയും. എറണാകുളത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ്. ഈ പുതിയ പരിഷ്കരണം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവരുള്ളത്. രാവിലെ 7 മണിയോട് കൂടി തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇവിടെ എത്തിയിരുന്നു. മറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ 1-2 പേർ വന്നെങ്കിൽ പോലും ഈ സമരം അറിഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോവുകയായിരുന്നു. എന്തായാലും ഈ സമരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതെ, ഉറച്ചു നിൽക്കുകയാണ്. 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ പുതിയ സർക്കുലറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് നിങ്ങൾ കാണുന്നത്? എന്താണ് ഈ സർക്കുലറിൽ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, ടെസ്റ്റിന് അനുവദിക്കില്ല എന്ന് സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തന്നിട്ടുള്ള
വാഹനമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇവർ തന്നെ സർട്ടിഫിക്കറ്റ് എന്ന വാഹനം നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് വലിയ തെറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇത് എല്ലാ സ്കൂളുകളിലും പുതിയ വാഹനങ്ങളുണ്ട്, പഴയ വാഹനങ്ങളുണ്ട്. അപ്പോൾ പഴയ വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ കളയണമെന്ന് പറഞ്ഞാൽ അത് ആ സ്കൂളിനെ തന്നെ ഒന്ന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാമ്പത്തികമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്പസമയം മുമ്പ് മിനിസ്റ്റർ പറഞ്ഞത് ഇതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ്. അപ്പം എന്താണ് നിങ്ങൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. കേരളത്തിലൊട്ടാകെ 7500 മേലെ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന തൊഴിലാളികൾ, ഈ തൊഴിലാളികളും ഈ മേഖല പണിയെടുക്കുന്ന എല്ലാവരും നാളെ നിങ്ങൾ വീട്ടിലിരുന്നു എന്ന് പറയാൻ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി നടന്നോട്ടെ. പക്ഷേ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ടെസ്റ്റ് നടത്തൂല, അല്ലെങ്കിൽ നടത്തിക്കൂല എന്ന് തന്നെയാണ്. ബഹിഷ്കരിക്കും ഞങ്ങൾ. അതിന് ഒരു കുറവില്ലാത്ത വിധത്തിൽ മുമ്പോട്ട് പോകും. എന്തായാലും ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം. ഇന്ന് മുതൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വരേണ്ടതാണ്. പക്ഷേ ഇത് പിൻവലിക്കാതെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ല എന്ന് പറയുകയാണ്. നിരവധി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് നേരെ തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പൽ നമുക്കൊപ്പം ഉണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. സമാധാനപരമായ സമരം എന്നൊക്കെയാണ് 1 മണിക്കൂർ മുൻപ് അവിടെ നിന്ന് കേട്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ? സുജയ പാർവതി, ഗുഡ് മോർണിംഗ്. ഏതായാലും സമാധാനപരമായിട്ട് സമരമാണെങ്കിൽ പോലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ ഇപ്പോൾ സമരത്തിൽ തന്നെയാണ്. അവർക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. ഇപ്പം നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന വനിതകൾ തന്നെയുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ, വനിതകളാണല്ലോ പ്രധാനമായിട്ട് അവരുടെ പ്രതിസന്ധികൾ പറയാനായിട്ട് കുറച്ച് കൂടുതൽ. എന്താണ് നിങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം? പ്രധാനമായിട്ട് ഞങ്ങൾക്ക് നിലനിൽപ്പ് വേണം. നിലനിൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾക്ക് താങ്ങാവുന്ന ഞങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഞങ്ങളുടെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ കൊണ്ടുവരണം. അത് ഈ പറയുന്ന മാതിരി എല്ലാം കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് താങ്ങില്ല. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയാത്തത്? നടപ്പാക്കാൻ ഈ പിന്നെ എന്താണ്, 15 വർഷമായ വണ്ടികൾ നിലവിൽ നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റിയെടുക്കണം. MIT ഒക്കെ പഴയ രീതിയിലെ വണ്ടികളാണ്. അതൊക്കെ പെട്ടെന്ന് മാറ്റി തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന സാധ്യതയല്ല. സാധ്യത നമ്മൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോൺ അടച്ച് വെട്ടേണ്ടതും എല്ലാം ചെയ്യണ്ടയോ? അത് പഴയ വണ്ടികൾ പെട്ടെന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ എടുക്കാന്ന് വെച്ചാൽ ഒത്തിരി പൈസ ചെലവുണ്ട്, ലക്ഷങ്ങൾ ചെലവുണ്ട്. ഈ മേഖലയിൽ എത്രമാത്രം സ്ത്രീകൾ ഈ നടത്തുന്നുണ്ട്? ഇപ്പൊ 10-15 പേര് കാണും തൃശ്ശൂര് മാത്രമായിട്ട്. അവരൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നൊരു അവരിത് ബാധിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ബാധിക്കുന്നുണ്ട്. ക്യാമറ വെക്കണം, GPS പിടിപ്പിക്കണം എന്നൊക്കെ പറയണത്. അപ്പം അത് പറ്റണ സാഹചര്യമില്ല പെട്ടെന്ന്. പിന്നെ ഇന്നേ വരെ ഒരു കുട്ടികളും പഠിക്കണവർ പോയിട്ടൊരു ഒരാളെ തട്ടിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്ന ഒന്നാലെ കുടിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഡ്രഗ്സ് അടിച്ചിട്ട്, അല്ലെങ്കിൽ ഓവർ സ്പീഡ്, ഉറങ്ങിയിട്ട്, ഇങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാണ്ട് പഠിപ്പിക്കണവരുടെ കുറ്റമോ പഠിക്കുന്ന കുട്ടികളുടെ കുറ്റമോ അല്ല ഇതാവുന്നത്. അപ്പം ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം അറിയാൻ പറ്റുന്നത്? സ്ലോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളും നമുക്ക് ആദ്യം എല്ലാം ഒത്തിരി കിട്ടിയിരുന്നു. ഇപ്പോൾ ഒന്നും അധികം കിട്ടുന്നില്ല. 60 പേര് 30 പേര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പെൻഡിങ് വരുന്നുണ്ട്. പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഡേറ്റുകളൊക്കെ കിട്ടുന്നത്. ആ ടൈമിൽ കിട്ടുമ്പോഴത്തേക്കും ഒത്തിരി പേര് ലേണേഴ്സും കാര്യങ്ങളും ഡേറ്റും കഴിയുന്നു. 6 മാസം ഇത് വാലിഡിറ്റി ഉള്ളൂ. 120 ലേണേഴ്സ് നടക്കുന്നുണ്ട്. ഈ സ്ഥലം ഇപ്പോൾ കുറഞ്ഞു. അത്രയൊക്കെ കുറഞ്ഞു വരുമ്പോഴും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. സുജയ, ഏകദേശം 100-ലധികം പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർ ഇവിടെ ഇപ്പോൾ സമരവുമായിട്ട് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് സിൽക്കിൻ്റെ നിയന്ത്രണത്തിൽ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാനമായ സിൽക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃശ്ശൂരിൽ ഡ്രൈവിംഗിൽ ഇത് നടന്നു വന്നിരുന്നത്. അപ്പോൾ അവിടെ രാവിലെ തന്നെ ഇവരെത്തി, ഒരു സമരം പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പക്ഷേ ടെസ്റ്റൊന്നും നടന്നില്ല. കാരണം ഇത് പ്രായോഗികമല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും സമാന രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ എന്നല്ലേ ജെയ്സൺ മനസ്സിലാക്കേണ്ടത്? അതായത് സർക്കുലർ പിൻവലിക്കുക, സംസ്ഥാന വ്യാപകമായി ഒരേ നിലപാടും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു, വിവിധ സംഘടനകൾ ഒരേ സ്വരത്തിൽ ആ നിലപാട് പറയുന്നു എന്നതല്ലേ നമ്മളിപ്പോൾ വിവിധയിടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്നു. അതാണ് തീർച്ചയായും സർക്കുലർ പിൻവലിക്കാതെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ് പ്രധാനമായും ഉടമകൾ പറയുന്നത്. മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ
കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇത്. പക്ഷേ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന രീതിയിലേക്ക് ഒരു സർക്കാരിന്റെ നിയമങ്ങൾ മാറിയാൽ അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായ ഒരു താങ്ക് യു. ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.